വീണ്ടും വാർത്തകളിലേക്ക്. കർണാടക മന്ത്രിസഭ പുനഃസംഘടനാ ചർച്ചകളിൽ ഇന്ന് സമവായമുണ്ടായേക്കും. DK ശിവകുമാർ, സിദ്ധരാമയ്യ എന്നിവരുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചർച്ച നടത്തും. രാവിലെയാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഭൂരിഭാഗം മന്ത്രിസ്ഥാനവും വേണമെന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ. ശിവകുമാറിനൊപ്പം 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് സൂചന. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിലപ്പോൾ നാളുകൾ നീണ്ടു നിന്ന വലിയ സമരമായിരുന്നു 2 നേതാക്കളും തമ്മിലുണ്ടായിരുന്നത്. വലിയ പോര് നടന്നു. ഒടുവിൽ DK ശിവകുമാറിന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയാണ്. പക്ഷേ ഇനി മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം, അതിനുവേണ്ടി ഇരുവിഭാഗവും സിദ്ധരാമയ്യ, DK ശിവകുമാർ പക്ഷങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഹൈക്കമാൻഡിന്റെ നിലപാട് ഏത് പക്ഷത്തോട് ചേർന്നായിരിക്കും? വീണ്ടും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മുഖ്യമന്ത്രി തർക്കം അവസാനിപ്പിച്ച് DK ശിവകുമാറിനെ പാർലമെന്ററി പാർട്ടി ലീഡറായി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ എങ്ങനെയൊക്കെയാണ് അംഗത്വങ്ങൾ വേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തർക്കമുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത സിദ്ധരാമയ്യ തന്റെ മകനും തന്റെ കൂട്ടാളികൾക്കും മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ബംഗളൂരുവിൽ ചർച്ചകൾ അവസാനിപ്പിക്കാനും സമവായത്തിലെത്താനും കഴിയാത്തത് കൊണ്ടാണ് ദില്ലിയിലേക്ക് ചർച്ചകൾ എത്തിയത്. മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി ഇന്ന് 2 നേതാക്കളും ദില്ലിയിൽ ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ വേണമെന്ന ആവശ്യം. ഒരുപക്ഷെ DK ശിവകുമാർ അതിനോട് യോജിച്ചേക്കാം. പക്ഷേ അതിന് പുറമെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ തന്റെ പേര് തന്നെ നിയമിക്കണമെന്ന ആവശ്യം സിദ്ധരാമയ്യ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ കോർ കമ്മിറ്റി സ്വാഭാവികമായും DK ശിവകുമാർ ഇഷ്ടപ്പെടുന്നില്ല. മുഖ്യമന്ത്രിയായി താനിരിക്കെ അതിന് മുകളിൽ മറ്റൊരു പോസ്റ്റ് പോലെ സിദ്ധരാമയ്യ വന്നാൽ അത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കും എന്നതാണ് DK ശിവകുമാറിന്റെ വാദം. ഏതായാലും തർക്കങ്ങൾ തുടരുകയാണ്. DK ശിവകുമാർ ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടെ എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യണം, സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ ഉപമുഖ്യമന്ത്രിമാരായി എത്തുമോ എന്നതാണ് ഇതിലടക്കം തർക്കവും ചർച്ചകളുമുണ്ട്. ഇന്ന് ദില്ലിയിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഒരു അന്തിമ രൂപം മന്ത്രിസഭ സംബന്ധിച്ച് ഉണ്ടാവുക. ശരി, ആദിൽ പാലോടാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.